Next form a y double dash plus by dash plus cy equal to some e raised to ax. ഈ ഒരു ഫോം വരികയാണെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈ ഒരു ഫോമിൽ വരികയാണെങ്കിൽ എന്താ ഇതിന്റെ പ്രത്യേകത? നോൺ ഹോമോജീനിയസ് ആണ് അല്ലേ? ഈക്വൽ സൈൻ കഴിഞ്ഞിട്ട് സം ഫംഗ്ഷൻ ഓഫ് എക്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺസ്റ്റന്റ് കോഫിഷ്യന്റ് ആണ്, ലീനിയർ ആണ്. ഈ ഒരു ഫോമിൽ വരികയാണെങ്കിൽ അതിന്റെ സൊല്യൂഷൻ എന്തായിരിക്കും? ഇതിന്റെ സൊല്യൂഷൻ എന്നാണ് പറയാൻ പോണത്. ഓക്കെ, നമുക്കറിയാം ഇതിന്റെ സൊല്യൂഷൻ എപ്പോഴും എന്തായിരിക്കും? y ഈക്വൽ ടു ഹോമോജീനിയസ് പാർട്ട് ദാറ്റ് ഈസ് yg പ്ലസ് yp. yg നിങ്ങൾക്കറിയാം, എങ്ങനെ yg കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം. yp ആണ് നമുക്ക് ഓരോ ഫംഗ്ഷന്റെ കേസിലും ഓരോ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ y double dash minus y equal to 8 e raised to minus 3x. ഇതിന്റെ മീനിങ് എന്താണ്? ഏതോ ഒരു ഫംഗ്ഷൻ y that is some function of x ആയിരിക്കും ഇതിന്റെ സൊല്യൂഷൻ. എന്താണ്? ദാറ്റ് ഈസ് ആ ഫംഗ്ഷനെ ഡബിൾ ഡെറിവേറ്റീവ് ചെയ്ത് എന്നിട്ട് ആ ഫംഗ്ഷനെ ഡബിൾ ഡെറിവേറ്റീവിൽ നിന്നും ആ ഫംഗ്ഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടുന്നു എന്നാണ് ഇതിന്റെ മീനിങ് അല്ലേ? ഏതോ ഒരു ഫംഗ്ഷനെ ഡബിൾ ഡെറിവേറ്റീവ് ചെയ്തു എന്നിട്ട് അതിൽ നിന്ന് ആ ഫംഗ്ഷൻ മൈനസ് ചെയ്തപ്പോൾ ഇത് കിട്ടി. അതിന്റെ മീനിങ് എന്താണ്? ഇതിന്റെ സൊല്യൂഷൻ ഏത് ഫോമിലായിരിക്കും? ദാറ്റ് ഈസ് y ഈക്വൽ ടു സം e raised to ax. ഈ ഫോമിൽ തന്നെ ആയിരിക്കും അല്ലേ? ദാറ്റ് ഈസ് y ഈക്വൽ ടു സം c ഇൻറ്റു e raised to ax. ഈ ഫോമിൽ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ഒരിക്കലും ഈ ഒരു ഫംഗ്ഷൻ കിട്ടില്ല. കാരണം e raised to 3x ന്റെ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ e raised to minus 3x ന്റെ ഡെറിവേറ്റീവ് എപ്പോഴും എന്താണ്? e raised to minus 3x ഇൻറ്റു സം കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഒരു ഫംഗ്ഷനെ അതിന്റെ ഡബിൾ ഡെറിവേറ്റീവിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ കിട്ടുമെങ്കിൽ ആ ഫംഗ്ഷൻ ഏത് ഫോമിലായിരിക്കും? ഈ ഫോമിലായിരിക്കും. Therefore assume that. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇവിടുത്തെ ഓരോ ഫംഗ്ഷന്റെ കേസിലും ഇവിടെ yp സെലക്ട് ചെയ്യണത്. ഓക്കെ, ഇനി നമുക്ക് സൊല്യൂഷനിലേക്ക് പോവാം. ദാറ്റ് ഈസ് സൊല്യൂഷൻ y ഈക്വൽ ടു ദാറ്റ് ഈസ് yg പ്ലസ് yp. To find yg. എങ്ങനെ yg കണ്ടുപിടിക്കാം? ഈ ഇക്വേഷന്റെ ഹോമോജീനിയസ് പാർട്ട് നമ്മൾ കൺസിഡർ ചെയ്യും അല്ലേ? y double dash minus y equal to 0. Therefore auxiliary equation that is m square minus 1 equal to 0 അല്ലേ? That is m square equal to 1. That is n equal to plus or minus 1. Okay, therefore yg equal to c1 e raised to x plus c2 e raised to minus x. Okay, next to find yp. That is yp equal to c e raised to ax. Okay, നമുക്ക് ഇനി വേണ്ട എന്താണ്? ഇവിടെ c കണ്ടുപിടിക്കണം. ഈ a നമുക്കറിയാം എന്താണ്? a ഇവിടെ എന്താണോ അത് തന്നെയാണ് a. ഓക്കെ, ദാറ്റ് ഈസ് c e raised to minus 3x. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഈ c കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇത് ഇതിന്റെ സൊല്യൂഷൻ ആണെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് yp ഈക്വൽ ടു ഇതിന്റെ സൊല്യൂഷൻ. ആ രീതിയിലാണ് നമ്മൾ ഇവിടെ yp ചൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞു y double dash minus y equal to 8 e raised to minus 3x കിട്ടണമെങ്കിൽ yp ഏത് ഫോമിലായിരിക്കും? ഈ ഒരു ഫോമിലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ypനെ എന്ന് ഇവിടെ ഓരോ ഫംഗ്ഷന്റെ കേസിലും ഇന്നതാണ് എന്ന് നമ്മൾ ചൂസ് ചെയ്യണത്. ഓക്കെ, yp ഇതിന്റെ സൊല്യൂഷൻ ആണെങ്കിൽ yp double dash minus yp ഈക്വൽ ടു എന്തായിരിക്കും? 8 e raised to minus 3x ആയിരിക്കും. ഓക്കെ, എന്താണ് yp double dash? ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് yp dash കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് yp dash ഈക്വൽ ടു minus 3c e raised to minus 3x. എന്നാൽ yp double dash that is again minus 3 വരും. That is 9c e raised to minus 3x. Therefore this equal to
9c e raised to minus 3x minus c e raised to minus 3x that equal to 8 e raised to minus 3x. That is 9c e raised to minus 3x എന്ന് ഒരു c e raised to minus 3x മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 8c e raised to minus 3x that equal to 8 e raised to minus 3x. അല്ലേ? ഇവിടുത്തെ e raised to minus 3x ന്റെ കോഷ്യന്റും ഇവിടുത്തെ e raised to minus 3x ന്റെ കോഷ്യന്റും ഇക്വേറ്റ് ചെയ്യാം. That implies 8c equal to 8, that is c equal to 1. Therefore solution therefore yp equal to 1 into e raised to minus 3x. Okay. That is final solution എന്ത് കിട്ടും? That is yg that equal to c1 e raised to y equal to ഒരു കാര്യം റൈസ് ചെയ്യാം. That is y equal to c1 e raised to x plus c2 e raised to minus x plus e raised to minus 3x. ഓക്കെ, ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഇനി സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. ഇത് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതന്നെ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ. y ഡബിൾ ഡാഷ് minus y dash minus 2y equal to 6 e raised to x. So solution, that is general solution, y equal to yg plus yp. Okay, next to find yg, consider the homogeneous differential equation y double dash minus y dash minus 2y equal to 0. നമ്മൾ എന്താ ചെയ്യുക? That is m equal to 1, y equal to 1 കൊടുക്കും. നെക്സ്റ്റ് y dash equal to m കൊടുക്കും. y double dash equal to m square കൊടുക്കും. അല്ലേ? ഇത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? That is m square minus m minus 2 equal to 0. Okay, next, that is a minus b, that is a quadratic equation ആണ്. നമുക്ക് എന്ത് ചെയ്യാം? minus b plus or minus, that is m equal to minus b plus or minus root of b square minus 4ac divided by 2a വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. എന്താണ് a, എന്താണ് b, എന്താണ് c? That is a equal to 1, b equal to minus 1 and c equal to minus 2. Okay, therefore m equal to 1 plus or minus root of b square, that is 1 minus 4 into a into c, that is minus 8 divided by 2, that equal to 1 plus or minus 3 divided by 2, that equal to 4 by 2, that is 2 comma 1 minus 3, that is minus 2 divided by 2, that is minus 1. That is 2 minus 1 നമുക്ക് റൂട്ട് കിട്ടി. Therefore general solution, general yg equal to general part of this solution, that's equal to c1 e raised to 2x plus c2 e raised to minus x. Okay, ഇനി നമുക്ക് വേണ്ടത് to find yp. This assume that എന്തായാലും e raised to x ആയതുകൊണ്ട് some constant into e raised to x ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? That is assume that yp equal to c e raised to x is a solution. Okay, ഇങ്ങനെ അസ്യൂം ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? yp ഈക്വൽ ടു എടുത്തെഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വേർഡ് നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും ഉപയോഗിക്കാം. ഓക്കെ, നമ്മൾ ഇത് നമ്മുടെ അസംഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താ വേണ്ടത്? ഈ സി കണ്ടുപിടിച്ചാൽ മതി. കാരണം ഇതായിരിക്കും സൊല്യൂഷൻ എന്തായിരുന്നാലും. കാരണം ഇവിടെ നോക്കി ഇതിന്റെ സൊല്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ y ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് x ആയിരിക്കും.
ദാറ്റ് ഈസ് ആ സം ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഡബിൾ ഡാഷ് കണ്ടുപിടിച്ചു, അതേപോലെ തന്നെ സോറി എഫ് ഡബിൾ ഡാഷ് കണ്ടുപിടിച്ചു, അതുപോലെ എഫ് ഡാഷ് കണ്ടുപിടിച്ചു. എന്നിട്ട് 2y ഇത്രയും ചെയ്യുമ്പോൾ ഇ റേസ് ടു എക്സിലുള്ള ഒരു ഫംഗ്ഷൻ കിട്ടണമെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ എന്തായിരിക്കണം? ഒരു ഇ റേസ് ടു എക്സിലുള്ള ഒരു സൊല്യൂഷൻ തന്നെ ആയിരിക്കണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ വൈ പി, ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു, ഇവിടുത്തെ എഫ് ഓഫ് എക്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? വൈ പി എന്ന ഒരു ടേബിൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? കോൺസ്റ്റന്റ് ആണെങ്കിൽ അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും, പോളിനോമിയൽ ആണെങ്കിൽ ജനറൽ പോളിനോമിയൽ ആയിരിക്കും, ഇ റേസ് ടു എക്സ് ആണെങ്കിൽ അവിടെ ഇ റേസ് ടു എക്സിന്റെ ജനറൽ കേസ് ആയിരിക്കും, സൈൻ എക്സ് ആണെങ്കിൽ കോസ് എക്സും സൈൻ എക്സും വരും, കോസ് എക്സ് ആണെങ്കിൽ സൈൻ എക്സും കോസ് എക്സും വരും. അതൊക്കെ ഇതിന്റെ സൊല്യൂഷൻ നമ്മൾ അങ്ങനെ വരുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? വൈ പി ഈ രീതിയിൽ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ ആണെങ്കിൽ, ദാറ്റ് ഈസ് വൈ പി ഇതിന്റെ സൊല്യൂഷൻ ആണെങ്കിൽ ഇവിടെ വൈ പി ഡബിൾ ഡാഷ് മൈനസ് വൈ പി ഡാഷ് മൈനസ് 2yp ഈക്വൽ ടു 6 e raised to x വന്നേ പറ്റൂ. കാരണം സൊല്യൂഷൻ ആണെങ്കിൽ, സൊല്യൂഷൻ ആണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്ത് ചെയ്യണം? വൈ പി ഡബിൾ ഡാഷ് കണ്ടുപിടിക്കണം. വൈ പി ഡാഷ് നെക്സ്റ്റ് എന്താണ്? വൈ പി ഡാഷ് സി ഇ റേസ് ടു എക്സ് തന്നെ അല്ലേ? വൈ പി ഡബിൾ ഡാഷോ അതും സി ഇ റേസ് ടു എക്സ് തന്നെ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ദാറ്റ് ഈസ് സി ഇ റേസ് ടു എക്സ് മൈനസ് സി ഇ റേസ് ടു എക്സ് മൈനസ് 2 സി ഇ റേസ് ടു എക്സ് ദാറ്റ് ഈക്വൽ ടു 6 ഇ റേസ് ടു എക്സ്. എന്താ വരിക? ദാറ്റ് ഈസ് ഇവിടെ മൈനസ് ഇത് രണ്ടും ക്യാൻസൽ ചെയ്യും. നെക്സ്റ്റ് ഈ ഇ റേസ് ടു എക്സിന്റെ കോഷ്യന്റും ഇ റേസ് ടു എക്സിന്റെ കോഷ്യന്റും ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് മൈനസ് 2c ഈക്വൽ ടു 6. ദാറ്റ് ഇംപ്ലൈസ് c ഈക്വൽ ടു 6 ഡിവൈഡ് ബൈ മൈനസ് 2 ദാറ്റ് ഈക്വൽ ടു മൈനസ് 3. ഓക്കെ, ദർഫോർ സിയുടെ വാല്യൂ കിട്ടി. കംപ്ലീറ്റ് സൊല്യൂഷൻ ആയി, കാരണം ഇവിടെ സി മാത്രമേ നമുക്ക് അറിയാനുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ദർഫോർ സൊല്യൂഷൻ, ജനറൽ സൊല്യൂഷൻ, ദാറ്റ് ഈസ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ ദിസ് ഈക്വൽ ടു y equal to c1 e raised to 2x plus c2 e raised to minus x plus next minus 3 അല്ലേ? that is minus 3 minus 3 e raised to x. ഇതാണ് ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ. Okay, next solve y double dash plus 3y dash next plus 2y equal to 3 e raised to x. Okay, that is general solution. Y equal to yg plus yp. Next to find yg, that is consider homogeneous part y double dash plus 3y dash plus 2y equal to 0. Okay, that is auxiliary equation m square plus 3m plus 2 equal to 0. Therefore m equal to minus b plus or minus root of b square minus 4ac divided by 2a. That's equal to minus 3 plus or minus 1 divided by 2. That equal to minus 3 plus 1 divided by 2, that is 2 by minus 2 by 2, that is minus 1. Next minus 3 minus 1 by 2, that is minus 4 by 2, that is minus 2. Okay, therefore minus 1 minus 2 is a roots. Therefore general part, that is yg, that's equal to c1 e raised to minus x plus c2 e raised to minus 2x. Okay, next to find
to find yp. To find yp, that is consider yp equal to some c raised to e raised to x is a solution. Therefore, yp double dash plus 3yp dash plus 2yp equal to 3 e raised to x. Next, therefore, c e raised to x plus 3c e raised to x plus 2c e raised to x, that's equal to 3 e raised to x. That is, ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 e raised to x equal to 3 e raised to x. 6c e raised to x, 6 അല്ലേ, that is c ആണ്, that is 3c 2c plus c, that is 6 c raised to x, that's equal to 3 e raised to x. That is e raised to x ന്റെ quotient equate ചെയ്യാം, 6c equal to 1, 6c equal to 3, that is c equal to 1 by 2. Therefore, solution എന്തായിരിക്കും, that is yp equal to 1 by 2 e raised to x, 1 by 2 e raised to x. എന്ത് ചെയ്യാം നമുക്ക് final solution, that is therefore final solution, that is general solution, y equal to എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയ, c1 e raised to minus x plus c2 e raised to minus 2x plus 1 by 2 e raised to x. ഇതാണ് final solution. Okay. Next, അടുത്തൊരു question. Y double dash solve y double dash minus y equal to 2 e raised to x. Y double dash minus y equal to 2 e raised to x. Therefore, general solution y equal to yg plus yp. Okay, നമുക്ക് yg first കാണാം, to find yg, that is y double dash minus y equal to 0. Auxiliary equation m square minus m equal to 0, sorry, m square minus 1 equal to 0, that is m square equal to 1, that implies m equal to plus or minus 1. Therefore, solution y equal to yg equal to c1 e raised to x plus c2 e raised to minus x. ഇനി ഇവിടെ ചെറിയൊരു പ്രശ്നം വരുന്നത് നമുക്ക് നോക്കാം, ശരിയാവുണ്ടോ നോക്കാം. ഇവിടെ എന്താണ് yp ചൂസ് ചെയ്യുക, ഇവിടെ 2 e raised to x ആണ്. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പോലെ yp equal to e raised to c e raised to x എന്ന് ചൂസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് എന്താണ് yp ഡബിൾ ഡാഷ്, yp ഡബിൾ ഡാഷ് ദാറ്റ്സ് ഈക്വൽ ടു c e raised to x. എന്താണ് yp ഡബിൾ ഡാഷും yp ഡാഷും ഇതെല്ലാം c e raised to x ആണ്. ഓക്കെ, ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക നമ്മൾ, ദാറ്റ് ഈസ് c e raised to x മൈനസ് അല്ലേ yp ഡബിൾ ഡാഷ് മൈനസ് yp ഈക്വൽ ടു 2 e raised to x എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ c e raised to x മൈനസ് c e raised to x ഈക്വൽ ടു 2 e raised to x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരാം, ദാറ്റ് ഈസ് 0 ഈക്വൽ ടു 2 e raised to x. അപ്പോൾ ഇവിടെ കോഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ 0 ഈക്വൽ ടു 2 e raised to x. അതുകൊണ്ട് എന്താണ്, നമ്മൾ ഇത് ഇങ്ങോട്ട് എടുക്കുമ്പോൾ കോഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യാതെ തന്നെ ഇത് ഇങ്ങോട്ട് എടുക്കുമ്പോൾ e raised to x ഈക്വൽ ടു 0 വരും. ഒരിക്കലും e raised to x 0 വരില്ല, കാരണം e raised to x ന്റെ ഗ്രാഫ് എങ്ങനെ വരുന്നത്, ഈ രീതിയിലാണ് വരുന്നത്. ഒരിക്കലും 0 x ആക്സിൽ ഒരിക്കലും ടച്ച് ചെയ്യണില്ല. അപ്പോൾ നമ്മുടെ മെത്തേഡിൽ എവിടെയോ ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അല്ലേ. e raised to x എന്താണ്, ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലേ, ഈ ഒരു കോൺസ്റ്റന്റ് ആണ്, അതിന്റെ മുകളിൽ x എന്ത് വന്നു കഴിഞ്ഞാലും ഒരിക്കലും 0 ഇല്ല. പക്ഷെ നമ്മുടെ മെത്തേഡ് ഇതുവരെ ചെയ്ത സെയിം മെത്തേഡ് തന്നെയായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ മോഡിഫൈഡ് റൂളാണ് ഉപയോഗിക്കുക. ഇങ്ങനെ വരാൻ കാരണം ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള റൂട്ട് ഏതായിരുന്നു, m ഈക്വൽ ടു പ്ലസ് 1ഉം m ഈക്വൽ ടു പ്ലസ് 1ഉം മൈനസ് 1 ആയിരുന്നു അല്ലേ. ദാറ്റ് ഈസ് 1 മൈനസ് 1 ആയിരുന്നു റൂട്ട്. ഇതിലെ ഏതെങ്കിലും ഒരു നമ്പർ e raised to x ന്റെ കോഫിഷ്യന്റായി വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ സംഭവിക്കും.
ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൊട്ട് മുന്നത്തെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സി പോളിനോമിയൽ വരുമ്പോൾ അതിന്റെ ഒരു റൂട്ട് 0 വരികയാണെങ്കിൽ നമ്മൾ അവിടെ ഒരു മോഡിഫൈഡ് റൂളാണ് ഉപയോഗിക്കുക. അപ്പോൾ e⁻x കേസിൽ എപ്പോഴാണ് ആ റൂള് ഉപയോഗിക്കുക? നിങ്ങൾക്ക് ഇവിടെ കിട്ടിയ റൂട്ട് എം ഈക്വൽ ടു കിട്ടിയ റൂട്ട് ഇവിടെ e⁻x കോഫിഷ്യന്റ് ആയി വരിക, ഇവിടെ ആയി വരിക. ഓക്കെ, ഇവിടെ ഏതാണ്? 1 ആണ്. ഈ 1 വന്നത് കൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുക, നമുക്ക് എറർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ നിങ്ങൾ എന്ത് ചെയ്യണം? YP ചൂസ് ചെയ്യുമ്പോൾ, ദാറ്റ് ഈസ് YP എങ്ങനെ ചൂസ് ചെയ്തേ? നമ്മൾ ചൂസ് ചെയ്യുക YP ഈക്വൽ ടു സി e⁻x ആണ് ചൂസ് ചെയ്തത്. പക്ഷെ ഇവിടെ മോഡിഫൈഡ് റൂൾ ഉപയോഗിച്ച് എന്ത് ചെയ്യണം? ഇവിടെ m ഈക്വൽ ടു 1ഉം അതേപോലെ e⁻x, ഈ എക്സിന്റെ കോഫിഷ്യന്റ് 1ഉം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു x കൊണ്ട് ഇതിനെ ഗുണിക്കും. ദാറ്റ് ഈസ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് YP ഈക്വൽ ടു സി e⁻x അല്ല, YP ഈക്വൽ ടു സി ഇൻറ്റു എക്സ് e⁻x. ഇതാണ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു എറർ വരും, കോൺട്രഡിക്ഷൻ വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക, അവിടെ മോഡിഫൈഡ് റൂൾ ഉപയോഗിക്കണം എന്നുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് YP ഡാഷ്. ഇനി YP ഡാഷ് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് സി ഇൻറ്റു എക്സ് ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ്. നെക്സ്റ്റ് YP ഡബിൾ ഡാഷ്, ദാറ്റ് ഈസ് അഗെയിൻ ഇവിടെ നമുക്ക് വീണ്ടും പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കേണ്ടി വരും. ദാറ്റ് ഈസ് സി ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ്, ദാറ്റ് ഈസ് e⁻x പ്ലസ് ഇവിടെ സി e⁻x. That equal to cx e⁻x plus 2c e⁻x. ഇതാണ് YP ഡബിൾ ഡാഷ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. That is this equal to YP ഡബിൾ ഡാഷ് YP double dash minus YP equal to 2 e⁻x. That implies C. എന്തായിരുന്നു ഇവിടെ നമുക്ക് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളത്? CX e⁻x plus 2C e⁻x minus നെക്സ്റ്റ് എന്താണ്? Y നമ്മൾ എടുത്തുള്ളത് CX e⁻x, that equal to 2 e⁻x. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം അല്ലേ? CX e⁻x ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്തുണ്ട്? 2C e⁻x equal to 2 e⁻x. നെക്സ്റ്റ് ഇതിന്റെ കോഫിഷ്യന്റ് e⁻x കോഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ 2C equal to 2, that is C equal to 1. therefore നമ്മുടെ സൊല്യൂഷൻ എന്താണ്? YP നമ്മൾ ഈ രീതിയിലാണ് ചൂസ് ചെയ്തത്. therefore YP equal to x e⁻x. Therefore solution y equal to c1 e⁻x plus c2 e⁻x x plus x e⁻x. ഇതാണ് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മോഡിഫൈഡ് റൂൾ ഉപയോഗിച്ചിട്ടുണ്ട്, പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.